ഹായ് അസ്സലാമലൈക്കും എവരിവൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ചിക്കൻ കൊണ്ടൊരു ചിക്കൻ ബോണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചില്ലി വട്ടൻ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഇതിലോട്ട് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ബൗള് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ സെയിം അളവിൽ തന്നെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ നന്നായി വേവിച്ച് മാഷ് ചെയ്ത പൊട്ടാറ്റോ ആണ്. അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലോട്ട് കുറച്ച് പാഴ്സ്ലി ലീഫും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ളു കുരുമുളകും, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്, മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ബോളാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ മാവിലോട്ട് 2 നുള്ളു ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ടതാണ്. ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നൊന്നായി പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.